Friends, welcome to Commerce Bytes. I hope you people are all doing well. So sorry because yesterday we can't upload any videos. Sorry for that. First of all, that was because of some technical issues. Okay, we will be trying to put daily videos, daily 3 videos. Okay. ഇന്ന് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ ഫേവറേറ്റ് ടോപ്പിക് എന്നുള്ള രീതിയിൽ ടെക്നിക്സ് ഓഫ് ഇവാലുവേഷനെ പറ്റി ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, which is one of the most important point in your series. Okay, സോ അതുപോലെ തന്നെ അത്ര ഇമ്പോർട്ടൻസിൽ വേണം നിങ്ങൾ ഈ ടോപ്പിക്ക് കാണാനും അതുപോലെ തന്നെ ലെക്ചർ നോട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാനും. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സെക്ഷനിൽ ടെക്നിക്സ് ഓഫ് ഇവാലുവേഷനിൽ നോക്കാൻ പോകുന്നത് 3 points ആണ്. ഫസ്റ്റ് വൺ ടെസ്റ്റ്, സെക്കൻഡ് വൺ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, തേർഡ് വൺ ഒബ്സർവേഷൻ. ഈ 3 പോയിൻറ്റിനെ പറ്റിയാണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ടെസ്റ്റിനെ പറ്റി ഒന്ന് നോക്കാം അല്ലേ. TEST ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 തരത്തിലുണ്ട്. ഓറൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. ഓറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അത് വൈവ. ഓക്കെ, വൈവ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വൈവ ഒരു ഇൻ്റർവ്യൂവർ ഉണ്ടാവും, ഒരു ഇൻ്റർവ്യൂവി ഉണ്ടാവും, നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമ്മളെല്ലാവരും പ്രൊജക്റ്റ് വൈവേഴ്സ് എല്ലാം അറ്റൻഡ് ചെയ്തവരാണ് അല്ലേ. സോ അങ്ങനെ ആ ഒരു പ്രോസസ്സിനെയാണ് വൈവ എന്ന് വിളിക്കുന്നത്. ഓറലായിട്ടായിരിക്കും ആ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. സോ അതാണ് വൈവ അല്ലെങ്കിൽ ഓറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് എന്താണ്? MCQ, നമ്മളുടെ കേരള സെറ്റിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ. ഓക്കെ, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത് എഴുതണം. അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓർ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഓരോ ടെസ്റ്റിനും ഡിഫർ ചെയ്തിരിക്കും അല്ലേ. പല PSC ടെസ്റ്റിനും ഇതുപോലെയുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ essay ടൈപ്പ് ക്വസ്റ്റ്യൻസും എല്ലാം ഉണ്ട്. സോ ഐ നോ ദാറ്റ് യു പീപ്പിൾ ആർ ഓൾ ഫെമിലിയർ വിത്ത് ദീസ് പോയിൻറ്റ്സ്. ഈ ടേംസ് എല്ലാവരും കേട്ടു കാണും അല്ലേ. സോ ഇനി ഞാൻ ഈ പറഞ്ഞ റിട്ടൺ ടെസ്റ്റില്ലേ, MCQ, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, essay ടൈപ്പ്, അതിനെപ്പറ്റി ഓരോ സെൻറ്റൻസിൽ ഞാൻ ഓരോ കാര്യം പറഞ്ഞു നിർത്താം. അതായത് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടു ടെസ്റ്റ് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. ഒരു സ്റ്റുഡൻറ്റ് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനാണ് ഈ ഒരു MCQ ടെസ്റ്റ്, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടെസ്റ്റ്. ഓക്കെ, ആ സ്ഥാനത്ത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ വിച്ച് ക്യാൻ ബി യൂസ് ടു ടെസ്റ്റ് ദ റീറ്റെയിനിങ് എബിലിറ്റി ഓഫ് ദ സ്റ്റുഡൻറ്റ്. എത്രത്തോളം നമ്മൾ റീറ്റെയിൻ ചെയ്തു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ടൈപ്പ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിഫൈൻ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിലായിരിക്കും കാണുന്നത് അല്ലേ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ പറ്റി നമുക്ക് എന്തൊക്കെ അറിയാവോ ആ പോയിൻറ്റ്സ് എല്ലാം നമ്മളവിടെ നോട്ട് ഡൗൺ ചെയ്യും അല്ലേ. അതും നല്ല പ്രസൻറ്റബിൾ രീതിയിൽ നമ്മളത് പ്രസൻറ്റ് ചെയ്യും. ഓരോ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കും. ഓക്കെ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണോ, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള പ്രസൻറ്റേഷൻ ആണോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പ്രസൻറ്റേഷൻ എങ്കിൽ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കൂടെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടെസ്റ്റ് എക്സാമിൻ ദ തിയറിറ്റിക്കൽ നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സ്റ്റുഡൻസ്. എത്രത്തോളം നോളജ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി അറിയാം, എത്രത്തോളം കുട്ടികൾക്കത് മനസ്സിലായി എന്നുള്ളതാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ടെസ്റ്റ് നമുക്ക് പേപ്പർ പെൻ ബേസ്ഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ കേരള സെറ്റിൻ്റെ എക്സാം ഒരു പേപ്പർ പെൻ എക്സാമാണ് അല്ലേ. ബട്ട് നെറ്റിൻ്റെ എക്സാം, NTA കണ്ടക്ട് ചെയ്യുന്ന നെറ്റിൻ്റെ എക്സാം, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ എക്സാം, അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്, ഓൺലൈൻ ബേസ്ഡ് ആണ് അല്ലേ. സോ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷൻ. ഈ ടെസ്റ്റ് എന്ന് പറയുന്ന പോയിൻറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷൻ ആണ്. സോ ടെസ്റ്റ് എന്താ, അതിൽ ഏതൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒരു സമ്മപ്പ് പറയാം. ടെസ്റ്റ് നമുക്ക് 2 ടൈപ്പിലാണുള്ളത്. ഓറൽ ടെസ്റ്റ് ഉണ്ട്, റിട്ടൺ ടെസ്റ്റ് ഉണ്ട്. ഓറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ വൈവയാണ്. റിട്ടൺ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഷോർട്ട് ക്വസ്റ്റ്യൻ ആൻഡ് essay ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇതാണ് ടെസ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പോയിൻറ്റ് പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എല്ലാവരും കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നമ്മൾ ഫ്രം ദ 8th 9th 10th ക്ലാസ് തുടങ്ങി നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നവരാണ് അല്ലേ.
നമ്മൾ പഠിക്കുന്ന പെർട്ടിക്കുലർ ആയിട്ടുള്ള സബ്ജക്റ്റ്, ഇപ്പം നമുക്ക് കെമിസ്ട്രി പ്രാക്ടിക്കൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ, കെമിസ്ട്രിയുടെ ആ ഒരു ലാബിൽ പോയി നമ്മൾ കുറച്ച് സൊല്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ആ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ഏതൊരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ എടുത്താലും അതിൻ്റേതായ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, റൈറ്റ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പറയുന്ന പോലെ തന്നെ ദിസ് ഇവാലുവേറ്റ്സ് ദ പ്രാക്ടിക്കൽ നോളജ് ഓഫ് ദ സ്റ്റുഡൻസ് ഓർ ടു എക്സ്റ്റെൻഡ് ഓഫ് ദ സ്കിൽ ദാറ്റ് ദ സ്റ്റുഡൻസ് ഹാവ് അക്വയർഡ്. ആ ഒരു പ്രാക്ടിക്കൽ നോളജ് എത്രത്തോളം ആ കുട്ടി അക്വയർ ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ല് എന്തോരം ആ കുട്ടിക്കുണ്ട് എന്നുള്ളത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അറ്റ് ദ എൻഡ് വി ക്യാൻ കൺക്ലൂഡ് പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു ടെസ്റ്റും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷനാണ്. ഓക്കെ, ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ടെസ്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനാണ്, ബട്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷനാണ്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ വരെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ചാടി കയറി ആൻസർ ടെസ്റ്റ് അല്ല മാർക്ക് ചെയ്യേണ്ടത്. ഒന്ന് ചിന്തിക്കുക, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടോ, അവിടെ എക്സാമിനേഷൻ ഉണ്ട്, അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷൻ. ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് എഴുതി അത് ഇവാലുവേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷൻ. അതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെയും ഡിഫറൻസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, റൈറ്റ്. The next point we are going to discuss is observation. Observation is the another technique of evaluation. Evaluationൻ്റെ തന്നെ മറ്റൊരു ടെക്നിക്കായിട്ട് ഒബ്സർവേഷനെ പറയാം. അതായത് ടീച്ചേഴ്സ് ക്യാൻ ഇവാലുവേറ്റ് ദ കോൺഫിഡൻസ്, ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്, ജെസ്റ്റേഴ്സ് ഓർ ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ് ബൈ ഒബ്സർവിങ് ദം. ടീച്ചേഴ്സ്, ഇപ്പം നമ്മളൊരു ഇലക്യൂഷൻ ഒരു പ്രസംഗം പറയാമെന്ന് വിചാരിക്കൂ. അപ്പോൾ നമ്മളുടെ മുഖത്ത് പേടിയോ ഭയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സെൽഫ് കോൺഫിഡൻസിൻ്റെ ലാക്ക് ഉണ്ട്, കുറവുണ്ട് എന്നൊക്കെ ജഡ്ജസായ കുറച്ച് ടീച്ചേഴ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. ആ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ഒബ്സർവേഷനിൽ പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയാലും എത്ര കൂളായിട്ടാണ് നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ചെക്ക് ഔട്ട് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്പെർട്സ് ആ ഒരു ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടാവും, റൈറ്റ്. സോ നമ്മളെപ്പോഴും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് വളരെ അപ്പീലിംഗ് ആയിട്ട് അവർക്കൊരു പ്ലസൻറ്റ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നിറച്ചിട്ട് വേണം നമ്മൾ എന്ത് പ്രസൻറ്റ് ചെയ്യാനും. ഇപ്പം നിങ്ങൾ ഫ്യൂച്ചർ ടീച്ചേഴ്സാണ്. സോ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയി നിങ്ങളോട് ഡെമോ ക്ലാസ് എടുക്കാൻ പറയുമ്പോൾ തന്നെ കൈയും കാലും വിറക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഓക്കെ റെഡി, വി ആർ റെഡി എന്നുള്ളൊരു മൈൻഡിൽ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ വേണം ആ ഒരു ക്ലാസ് പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ ദേ വിൽ ബി ഫീലിംഗ് സോ ഹാപ്പി. ഓക്കെ, ബെസ്റ്റായിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യാൻ പോകുന്നത്, നല്ല ഒരു കാൻഡിഡേറ്റ് ആണ് എന്നുള്ള പേര് പറഞ്ഞ് വേണം നിങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂ ഹാളിൽ നിന്ന് ഇറങ്ങാൻ. അണ്ടർസ്റ്റുഡ്? ദിസ് ഈസ് എ ഗോൾഡൻ ടിപ്പ് ഫോർ മൈ ഫ്യൂച്ചർ ടീച്ചേഴ്സ്. ഓക്കെ, കീപ് ദിസ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഗോ ഫോർ യുവർ ഇൻ്റർവ്യൂ. ഓക്കെ, സോ പറഞ്ഞ പോലെ ഒരു ടീച്ചർ ഇവാലുവേറ്റ് ചെയ്യും എന്തെല്ലാം, കോൺഫിഡൻസ്, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻ എടുക്കുന്നത്, നമ്മളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഓക്കെ, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡും ശ്രദ്ധിക്കും. ആൻഡ് ജസ്റ്റേഴ്സ്, നമ്മുടെ കയ്യും കാലും വരയ്ക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആകെ വേർക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ജസ്റ്റേഴ്സിൻ്റെ കീഴിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സാണ്. ആൻഡ് ബിഹേവിയർ ഓഫ് ദ സ്റ്റുഡൻസ്, നമ്മൾ എങ്ങനെയാണോ ക്ലാസ്സിൽ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ എനി ഗസ് വാട്ട് വിൽ ബി ദിസ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് എ ക്വാളിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷൻ. നമ്മൾ ടെസ്റ്റിന് എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ്, ഇറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്കിപ്പോൾ ഒരു ടെസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ 50-ൽ നിനക്ക് 30 മാർക്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനാണ്. ഓൺ ദ അതർ ഹാൻഡ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനാണ്. ടെസ്റ്റിനെയും പ്രാക്ടിക്കൽ എക്സാമിനേഷനെയും ഡിഫർ ചെയ്യുന്നത് എങ്ങനെയാണ്? ടെസ്റ്റ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക് ഓഫ് എക്സാമിനേഷനാണ്. ആൻഡ് ഒബ്സർവേഷൻ എന്താ നമ്മൾ പറഞ്ഞത്, ക്വാളിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷൻ. ഓക്കെ, ഇനി ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാനൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകും. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ടു ടേക്ക് എനി ചാൻസ് ഓഫ് റിസ്ക് അല്ലേ.
അപ്പോൾ ക്വാളിറ്റേറ്റീവ് ടെക്നിക് ഓഫ് ഇവാലുവേഷനിൽ വരുന്ന കുറച്ച് പോയിൻറ്റ്സ് ഞാനിവിടെ നോട്ട് ഡൗൺ ചെയ്യാം. ഇൻ്റർവ്യൂ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ആറ്റിറ്റ്യൂഡിനൽ സ്കെയിൽ, അനക്ഡോട്ടൽ റെക്കോർഡ്സ്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഡെയിലി ടോപ്പ് മിനി സീരീസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്നുള്ളത് അത് ഒരു ഷോർട്ട് സമ്മറി പോലെ, ഒരു ഷോർട്ട് സ്റ്റോറി പോലെ ഒരു കുട്ടിയുടെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. അത് ടീച്ചേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. ആൻഡ് ഡയറീസ്, ജേർണൽസ് ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, ഈ കുറച്ച് പോയിൻറ്റ്സ് നിങ്ങളൊന്ന് വളരെ ഇമ്പോർട്ടൻറ്റോടു കൂടി തന്നെ നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ സംസാരിച്ച് നിർത്തിയ ഇവാലുവേഷൻ, ഈ ഇവാലുവേഷൻ 2 ടൈപ്പിൽ നമുക്ക് കണ്ടക്ട് ചെയ്യും. എല്ലാവർക്കും അറിയാം, ഇൻറ്റേർണലിയും എക്സ്റ്റേർണലിയും നമുക്ക് ഈ ഒരു ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാമെന്നുള്ളത്. ഇൻറ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ടെസ്റ്റ് ആയിരിക്കാം. ഒരു ടീച്ചർക്ക് അവരുടെ സ്റ്റുഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ക്ലാസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. അതാണ് ഇൻറ്റേർണൽ ഇവാലുവേഷൻ. ഓൺ ദ അതർ ഹാൻഡ്, എക്സ്റ്റേർണൽ ഇവാലുവേഷൻ എന്ന് പറയുന്നതോ, എക്സ്റ്റേർണൽ ഇവാലുവേഷൻ ഇൻവോൾവ്സ് എനി അതർ എക്സാമിനേഴ്സ് ഐദർ ഫ്രം ദ സെയിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഫ്രം എനി അതർ ഇൻസ്റ്റിറ്റ്യൂട്ട് സച്ച് ആസ് യൂണിവേഴ്സിറ്റി എക്സാം, ബോർഡ് എക്സാം ഓർ എൻട്രൻസ് എക്സാം. എക്സ്റ്റേർണൽ ഇവാലുവേഷൻ നമ്മളെല്ലാവരും പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ BCom MCom ചെയ്തവരാണ്. സോ നമ്മളുടെ അറ്റ് ദ എൻഡ്, ഇപ്പോൾ BComൻ്റെ ആണെങ്കിൽ 3rd ഇയറിൽ നമുക്ക് പ്രൊജക്റ്റും വൈവയൊക്കെ ഉണ്ടാവും. ഈ പ്രൊജക്റ്റും വൈവയ്ക്കും ആര് വരുന്നത്? എക്സ്റ്റേർണൽസ് ആണെന്ന് നമ്മൾ പറയില്ലേ. എക്സ്റ്റേർണൽസ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അവരെയാണ് എക്സ്റ്റേർണൽസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഓൾ നോ ദ ടേം എക്സ്റ്റേർണൽ ഇസ് റൈറ്റ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ. ഈ ഒരു എക്സ്റ്റേർണൽ ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻറ്റേർണൽ ഇവാലുവേഷനിൽ കുറച്ചൊക്കെ ഒരു പ്രോബ്ലം വരാൻ ചാൻസസ് ഉണ്ട്. അതായത് ടീച്ചേഴ്സ് അവരുടെ ഫേവറേറ്റ് കാൻഡിഡേറ്റ്സിന് മാർക്ക് കൂടുതലിട്ടും, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് സ്ലാക്ഡ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ മാർക്ക് കുറച്ച് കുറവും കാണിക്കും. സോ അങ്ങനെ ഒരു പ്രോബ്ലം അറൈസ് ചെയ്യാതിരിക്കാനാണ് എക്സ്റ്റേർണൽസ് വരുന്നത്. എക്സ്റ്റേർണൽസിന് ആർക്കും ആരെയും അറിയില്ല. സോ അവർക്ക് എങ്ങനെയാണോ ആ വൈവയ്ക്ക് പ്രസൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അവർ ആ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തത്, അതുപോലെ ആ ഒരു രീതിയിൽ അവർ ആ മാർക്ക് ഇടുള്ളൂ. ഓക്കെ, സോ ഇതാണ് ഇവാലുവേഷൻ്റെ 2 ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. അതും കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഓക്കെ, that's all for now. Let's see in the next video. Till then, work hard and study well. നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഇന്ന് തന്നെ അപ്ലോഡ് ആവുന്നതാണ്. ആൻഡ് അതോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. സോ യു പീപ്പിൾ ഷുഡ് നോട്ട് മിസ് ഔട്ട് ദിസ് സെഷൻ. ആൻഡ് നമ്മൾക്ക് ഈസിലി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു പ്രാക്ടീസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അത് പുറകെ വരുന്ന വീഡിയോയിൽ എന്തായാലും ഉണ്ടാകും. ഓക്കെ, സോ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും, ഓക്കെ ഈ ടൈപ്പിലൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഐ ക്യാൻ ഹാൻഡിൽ ദിസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു സീരീസ് പ്ലാൻ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. വി ഡോണ്ട് നോ ഹൗ മച്ച് വി ക്യാൻ ഡു ഇൻ 1 വീഡിയോ. സോ ലെറ്റ്സ് സീ how much we can do. Let's do that. Okay, so till then, work hard and study well. Thank you. That's all.